الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن سيدنا محمدا صلى الله عليه وعلى آله وأصحابه وأتباعه وبارك وسلم تسليما كثيرا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الناس أوصيكم بتقوى الله أولا بنفسي وإياكم. فقال الله تبارك وتعالى: أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا بني إني أرى في المنام أني أذبحك فانظر ماذا ترى. قال يا أبت افعل ما تؤمر ستجدني إن شاء الله من الصابرين. صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم. فقال نبينا محمد صلى الله عليه وسلم: ما عمل ابن آدم من عمل يوم النحر أحب إلى الله من إهراق الدم وإنه ليأتي يوم القيامة بقرونها وأشعارها وأظلافها وإن الدم ليقع من الله بمكان قبل أن يقع بالأرض فطيبوا بها نفسا. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയെല്ലാം സ്വീകരിക്കുമാറാകട്ടെ. അവന്റെ വിശുദ്ധമായ ഭവനത്തിൽ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ അവന്റെ ജന്നാത്തുൽ ഫിർദൗസിലും ഒരുമിച്ച് കൂടാനുള്ള മഹാഭാഗ്യം അല്ലാഹു തആല നാമേവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. അതിനുതകുന്ന രീതിയിൽ ജീവിതത്തിന്റെ നിഖില മേഖലകളും വിശുദ്ധമായ ഖുർആനനുസൃതമായി ജീവിച്ച് അവസാനം ഈമാനോടുകൂടി മരണപ്പെടാനുള്ള മഹാഭാഗ്യം അല്ലാഹു തആല നാമേവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. ഹജ്ജിന്റെ ദിവസങ്ങളിലും മാസങ്ങളിലുമാണ് നാം ഓരോരുത്തരും. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ലക്ഷോപലക്ഷം ജനങ്ങൾ വിശുദ്ധമായ ഹറമിലേക്ക് എത്തിക്കഴിഞ്ഞു. ഏകദേശം ഒരാഴ്ച കൂടി കഴിയുമ്പോൾ ദുൽഖഅദ് മാസം അവസാനിക്കുകയും ഹജ്ജിന്റെ അമലിന്റെ ദിവസങ്ങൾ ആരംഭിക്കുകയും ചെയ്യുകയാണ്. ഈ സന്ദർഭത്തിൽ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന, നമ്മളോട് അല്ലാഹു തആല അതിനെ അനുധാവനം ചെയ്യണമെന്ന് പറഞ്ഞ ചില വിഷയങ്ങളാണ് കഴിഞ്ഞ ആഴ്ചകളിൽ നാം ചർച്ച ചെയ്തത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ലാഹുവിൽ പരിപൂർണമായി വിശ്വാസവും അല്ലാഹുവിൽ പരിപൂർണമായി തവക്കുലും ഏൽപ്പിക്കുന്ന സ്വഭാവത്തിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന വ്യക്തിത്വമായിരുന്നു. അല്ലാഹു തആല നമ്മളോടും അതുപോലെയാകാൻ ആവശ്യപ്പെടുകയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ജീവിതത്തിന്റെ ഒരുപാട് സങ്കീർണമായ സന്ദർഭങ്ങളിലൂടെ കടന്നുപോയപ്പോഴെല്ലാം അല്ലാഹു അനുവദിച്ചു നൽകിയ പരസഹായം പോലും ആവശ്യപ്പെടാതെ അല്ലാഹു മാത്രം എന്നെ സഹായിക്കുമെന്ന അടിയുറച്ച വിശ്വാസത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഉറച്ചു നിന്നപ്പോൾ അല്ലാഹു തആല അത്ഭുതങ്ങളിൽ നിന്നും അത്യത്ഭുതം ഭൂമിയിൽ സൃഷ്ടിക്കുകയുണ്ടായി. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ലാഹുവിനെ അല്ലാതെ ഞാൻ ആരെയും ആരാധിക്കുകയില്ല എന്ന വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ ഒരു തരത്തിലും വിട്ടുവീഴ്ചയില്ലാത്ത ആദർശത്തിൽ ഉറച്ചു നിന്നപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ ആ നാട്ടിലെ കിങ്കരന്മാരും അക്രമികളും നിഷേധികളുമായ ആൾക്കാർ പിടിച്ചു കെട്ടുകയും വലിയ തീജ്വാലയിലേക്ക് എറിയാൻ തീരുമാനിക്കുകയും ചെയ്തു.
ആ സന്ദർഭത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു, ഹസ്ബി അല്ലാഹ്, എനിക്ക് എന്റെ അല്ലാഹു മതി, വനിഅമൽ വകീൽ. ഏറ്റവും വലിയ ബുദ്ധിമുട്ടിലും എന്റെ ജീവിതത്തിലുണ്ടാകുന്ന സകല പ്രശ്നങ്ങളിലും എന്നെ പരിഹരിക്കാനും എന്നെ സഹായിക്കാനും എന്റെ റബ്ബ് എനിക്ക് മതി എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ ആ തീജ്വാലകളിലേക്ക് കൈകാലുകൾ ബന്ധിച്ച് അവർ വലിച്ചെറിഞ്ഞു. വിശുദ്ധമായ ഖുർആൻ അല്ലാഹു പറയുന്നു, യാ നാറു കൂനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം. അല്ലാഹു തആല ആ തീജ്വാലകളോട് പറഞ്ഞ സന്ദർഭം വിശുദ്ധമായ ഖുർആൻ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് തണുപ്പും രക്ഷയുമാകാൻ പറഞ്ഞു. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ദിവസങ്ങളോളം ആ തീജ്വാലയിൽ താമസിച്ചിട്ടും അദ്ദേഹത്തിന്റെ ശരീരത്തിലെ ഒരു രോമകൂമത്തെ പോലും ആ തീജ്വാലകൾക്ക് കരിക്കാൻ കഴിഞ്ഞില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, വളരെ ആധികാരികമായി നാം മനസ്സിലാക്കേണ്ട ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. നാം ജീവിക്കുന്നത് ഭൂമിയിലാണ്. ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യനുമായി ബന്ധപ്പെട്ട് ചില അസ്ബാബുകൾ, ചില കാരണങ്ങളെയും കാര്യങ്ങളെയും അല്ലാഹു തആല വെച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടിട്ടാണ് സാധാരണഗതിയിൽ നമ്മുടെ ആവശ്യങ്ങളെല്ലാം പൂർത്തിയാകുന്നത്, അല്ലെങ്കിൽ നമ്മുടെ സാഹചര്യങ്ങളെല്ലാം ഓരോ നിമിഷവും നീങ്ങുന്നത് അതുമായി ബന്ധപ്പെട്ടിട്ടാണ്. അല്ലാഹു തആല നമ്മളോട് പറയുന്നു, ഈ നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് കാണുന്ന കാര്യങ്ങൾ, ഇതിലൂടെ നിങ്ങൾക്ക് ഉപകാരവും ഇതിലൂടെ നിങ്ങൾക്ക് ഉപദ്രവവും അല്ലാഹുവിന്റെ തീരുമാനപ്രകാരമാണ് ഉണ്ടാകുന്നത്. ഈ വസ്തുവിൽ നിങ്ങൾ മനസ്സിലാക്കുന്നത് പോലെ ഉപകാരത്തെ അല്ലാഹു തആല നിക്ഷിപ്തമാക്കി വെച്ചിട്ടില്ല. ഈ കാണുന്ന വസ്തുക്കളിൽ നിങ്ങളുടെ ഉപദ്രവത്തെ അല്ലാഹു തആല നിക്ഷിപ്തമാക്കി വെച്ചിട്ടില്ല. അല്ലാഹു ഉദ്ദേശിക്കുമ്പോൾ ഇതിൽ നിന്നും നിങ്ങൾക്ക് ഉപകാരമുണ്ടാകും, അല്ലാഹു ഉദ്ദേശിക്കുമ്പോൾ ഇതിൽ നിന്നും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുമുണ്ടാകും. ഇതാണ് ഒരു മുഅ്മിനായ മനുഷ്യന്റെ ആത്യന്തികമായ വിശ്വാസം. എത്രയോ പ്രാവശ്യം നാം കാണുന്നതാ, പലപ്പോഴും നമ്മുടെ കയ്യിലുള്ള സമ്പത്ത് നമുക്ക് ഉപകാരമാ, അത് പലപ്പോഴും നമുക്ക് ഉപദ്രവമാകാറുണ്ട്. പലപ്പോഴും നമ്മൾ സഞ്ചരിക്കുന്ന വാഹനം അല്ലാഹു നമുക്ക് അനുഗ്രഹവും ബറക്കത്തുമാക്കി തരുമാറാകട്ടെ. അത് അതിവേഗതയിൽ നാം ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് സന്തോഷത്തോടുകൂടി സുഗമമായിട്ട് ആനന്ദകരമായിട്ട് എത്താൻ നമ്മളെ സഹായിക്കും. പക്ഷേ പല ആൾക്കാരുടെയും ജീവൻ അവസാനിക്കുന്നതിന് പലപ്പോഴും അത് കാരണമാകാറുണ്ട്. ഒരു മുഅ്മിനായ മനുഷ്യന്റെ അടിയുറച്ച വിശ്വാസം, ഈ കാണുന്ന വസ്തുക്കളിൽ ഒന്നുമല്ല എന്റെ ഉപകാരവും ഉപദ്രവവും, ഇതെല്ലാം അള്ളാഹുവിൽ മാത്രമാണ് എന്ന് അല്ലാഹു തആല തെളിയിക്കുകയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇറങ്ങി വന്നു. കുറെ ആൾക്കാർ അപ്പോൾ തന്നെ പറഞ്ഞു, ആമന്നാ ബിറബ്ബി ഇബ്രാഹിം. ഇബ്രാഹിം പരിചയപ്പെടുത്തി തന്ന, നമ്മളെ സൃഷ്ടിക്കുകയും നമ്മളെ സംരക്ഷിക്കുകയും നമ്മളെ മരിപ്പിക്കുകയും ചെയ്യുന്ന രാജാതിരാജാവായ തമ്പുരാനെ കൊണ്ട് ഞങ്ങൾ വിശ്വസിച്ചിരിക്കുകയാണ്. അതിശക്തമായ പീഡനങ്ങൾ അവർ അനുഭവിക്കേണ്ടി വന്നു. നിങ്ങൾ പറയുന്നത് പോലെ ഈ കാണുന്ന നൈൽ നദിയും, നിങ്ങൾ കാണുന്നത് പോലെ ഈ പ്രപഞ്ചത്തിലെ ഓരോ വസ്തുക്കളെ കാണിച്ചിട്ട് അതാത് കാലഘട്ടത്തിലെ കിരാതന്മാർ പറഞ്ഞതുപോലെ നിങ്ങളുടെ അധീനതയിലല്ല ഇതൊന്നും. ഇതിനെയെല്ലാം സംരക്ഷിച്ച അള്ളാഹുവിന്റെ അധീനതയിലാണ്. ഞങ്ങൾ ആ അള്ളാഹുവിനെ വിശ്വസിക്കാൻ തയ്യാറാണ്. ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വന്നു, ഒരുപാട് പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വന്നു. എത്രത്തോളം അതിക്രൂരമായി പലരെയും അതിക്രൂരമായി കൊന്നുകളഞ്ഞു. അപ്പോഴും അവരുടെ ഉറച്ച വിശ്വാസത്തിലൊന്നും അവർ പിറകോട്ട് നിന്നില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുമ്പോൾ, നിങ്ങൾ ഈമാനിൽ ഉറച്ചു നിൽക്കുമ്പോൾ, നിങ്ങൾ സ്വാലിഹീങ്ങളും സജ്ജനങ്ങളുമാകാനായിട്ട് അശ്രാന്ത പരിശ്രമം നടത്തുമ്പോൾ, നിങ്ങൾ സഞ്ചരിക്കുന്ന പാതകളിൽ പൂമത്തകൾ നിങ്ങൾക്ക് സന്ദർശിക്കാൻ കഴിയൂല, നിങ്ങൾക്ക് സ്പർശിക്കാൻ കഴിയൂല. ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നിങ്ങൾ അനുഭവിക്കേണ്ടി വരും. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ഊദീതു ഫില്ലാഹ് വലം യുഖ്ദ അഹദും മിസ്ലി. അള്ളാഹുവിന്റെ മാർഗത്തിൽ ഉറച്ചു നിന്നപ്പോൾ, അള്ളാഹുവിന്റെ വിശ്വാസത്തിൽ ഉറച്ചു നിന്നപ്പോൾ, അതിൽ പ്രബോധനത്തിൽ ഞാൻ നിരതമായപ്പോൾ എന്നെ പീഡിപ്പിക്കപ്പെട്ടു, എന്നെ ഉപദ്രവിക്കപ്പെട്ടു, എന്നെ ഒരുപാട് പ്രയാസപ്പെടുത്തപ്പെട്ടു. വലം യുഖ്ദ അഹദും മിസ്ലി. എന്നെ ഉപദ്രവിക്കപ്പെട്ടതുപോലെ, എന്നെ പീഡിപ്പിക്കപ്പെട്ടതുപോലെ ഭൂമുഖത്ത് ഒരാളെയും പീഡിപ്പിക്കപ്പെട്ടിട്ടില്ല. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. അടുത്ത ത്യാഗോജ്ജലമായ മഹാനവറുകളുടെ ജീവിതം അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രയാസമായിരുന്നു. വ്യക്തിപരമായ ജീവിതത്തിൽ സദാസമയം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ടായിരുന്നു. അല്ലാഹു റബ്ബി ഹബ്ലി ഇബ്ന. അള്ളാഹു എനിക്കൊരു മകനെ നീ നൽകണേ അല്ലാ, അള്ളാഹു എനിക്കൊരു സന്താനത്തെ നീ നൽകണേ അല്ലാ. മുഫസ്സിരീങ്ങളും മുഹദ്ദിസീങ്ങളും വിശദീകരിക്കും, എന്റെ സമ്പത്തിന്റെ അനന്തരാവകാശിയാകാൻ എന്റെ തമ്പുരാനെ, എന്റെ കുടുംബത്തിന്റെ പാരമ്പര്യം നിലനിർത്താനുമല്ല തമ്പുരാനെ, മറിച്ച് ഞാൻ പഠിപ്പിക്കുന്ന വിശുദ്ധമായ ദീനുൽ ഇസ്ലാം അത് പ്രബോധനം ചെയ്യാൻ, അതിന്റെ പ്രതിഫലം കരസ്ഥമാക്കാൻ, അങ്ങനെ ഇസ്ലാമികമായ പ്രബോധനത്തിൽ എന്റെ പരമ്പര
പരമ്പര ശേഷിക്കാൻ എനിക്കൊരു സന്താനത്തെ നീ നൽകണേ അല്ലാഹ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം വർഷങ്ങളോളം ചരിത്രത്തിൽ കാണാം 120-ാമത്തെ വയസ്സിൽ അല്ലാഹു തആല രണ്ടാമത് വിവാഹം കഴിച്ച ഭാര്യയിൽ അല്ലാഹു ഒരു മകനെ നൽകി. ഇബ്രാഹിം നബി അലൈഹിസ്സലാം വല്ലാതെ സന്തോഷിച്ചു. കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞ വിഷയത്തിന്റെ പൂർത്തീകരണം ഇവിടെ കൂടിയാണ്. മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം വലാ തയഅസൂ മിർ റൗഹില്ലാഹ്, അല്ലാഹുവിന്റെ പ്രതീക്ഷയിൽ ഒരിക്കലും മുഅ്മിനായ മനുഷ്യൻ നിരാശപ്പെടൂല. നിങ്ങൾ നിരാശപ്പെടാൻ പാടില്ല. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ വലാ തയഅസൂ മിർ റൗഹില്ലാഹ്, അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ, അല്ലാഹുവിന്റെ തീരുമാനത്തിൽ, അല്ലാഹുവിന്റെ സമ്മാനത്തിൽ, അല്ലാഹുവിന്റെ ഇടപെടലിൽ നിങ്ങൾ ഒരിക്കലും നിരാശരാകാൻ പാടില്ല. അല്ലാഹു നിങ്ങളെ സഹായിക്കുക തന്നെ ചെയ്യും. അതിൽ അങ്ങേയറ്റം പ്രതീക്ഷയുള്ളവരായിരിക്കും മുഅ്മിനായ മനുഷ്യർ. എത്രത്തോളം അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, നിരാശ, അതായത് അള്ളാഹു സഹായിക്കുകയില്ല എന്നുള്ള നിരാശ, അത് പലപ്പോഴും നിങ്ങളെ കുഫറിലേക്ക് കൊണ്ടെത്തിക്കും. അള്ളാഹു കാക്കുമാറാകട്ടെ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം നിരന്തരം റബ്ബിനോട് ചോദിച്ചുകൊണ്ടേയിരുന്നു. സാധാരണ നാം മനസ്സിലാക്കിയിരുന്ന സമയത്ത് യൗവനം തുളുമ്പി നിൽക്കുന്ന സന്ദർഭം, ആ സന്ദർഭത്തിൽ അല്ലാഹു തആല സന്താനത്തെ നൽകിയില്ല. ഒരു മനുഷ്യന്റെ സെമനിൽ നിന്നും ഒരു കുട്ടിയുടെ ഉൽപാദനത്തിന് ഏറ്റവും ആർജവകരമായ ആരോഗ്യകരമായ സന്ദർഭത്തിൽ അല്ലാഹു നൽകിയില്ല. വർത്തമാന ശാസ്ത്രം സാധ്യത 1% പോലുമില്ല എന്ന് പറഞ്ഞ വയോവൃദ്ധന്റെ സമയമായപ്പോഴേക്കും അല്ലാഹു തആല ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് ഒരു സന്താനത്തെ നൽകി. അതിന് തൊട്ടു മുമ്പ് വരെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് അടങ്ങാത്ത പ്രതീക്ഷയുണ്ടായിരുന്നു. എന്റെ റബ്ബ് എന്നെ കൈവിടൂല, എന്റെ റബ്ബിനെ വിട്ടിട്ട് ഒരാളുടെ മുമ്പിലും ഞാൻ അപേക്ഷിച്ചിട്ടില്ല, ഒരാളുടെ മുമ്പിലും ഞാൻ യാചിച്ചിട്ടുമില്ല. എന്റെ തമ്പുരാൻ തരാൻ കഴിവുള്ളവനാ, എന്റെ റബ്ബ് നൽകുക തന്നെ ചെയ്യും. പ്രതീക്ഷിച്ചിരുന്നു. അല്ലാഹു തആല സന്താനത്തെ നൽകി. വല്ലാതെ സന്തോഷത്തോടു കൂടി ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആ കുഞ്ഞിനെ വളർത്തിക്കൊണ്ടുവന്നു. ആ കുഞ്ഞിന് പേര് വെച്ചു ഇസ്മായിൽ. വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാം. അല്ലാഹു തആല വളർന്നു വന്നു, മകനെയും പ്രവാചകനാക്കി. ആ ഇസ്മായിൽ എന്ന് പറഞ്ഞ കുഞ്ഞ്, ആ കുഞ്ഞിനെ ഇങ്ങനെ സന്തോഷത്തോടു കൂടി ഇബ്രാഹിം നബി അലൈഹിസ്സലാമും കുടുംബവും കൂടി ഇങ്ങനെ വളർത്തുകയാണ്. ഹാജർ അലൈഹിസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ രണ്ടാമത്തെ ഭാര്യ, വലിയ സൗന്ദര്യമൊന്നുമില്ലാത്ത കറുത്ത ആ ഹാജർ അലൈഹിസ്സലാം, ലോകത്തിനു മുമ്പിൽ ഏറ്റവും വലിയ പ്രശോഭിതയായി മാറിയ ഹാജർ അലൈഹിസ്സലാം, അവർ 3 പേരും സന്തോഷത്തോടു കൂടി ഇങ്ങനെ ജീവിച്ചു വന്നു. അള്ളാഹുവിന്റെ തീരുമാനം വന്നു, ഇബ്രാഹിമെ, നിന്റെ ഭാര്യയും നിന്റെ മകനെയും കൊണ്ടുപോയി വിടാൻ പറഞ്ഞു. ഇന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ ജനങ്ങൾ സംഗമിക്കുന്ന സ്ഥലം, ഒരുപാട് നാം പറഞ്ഞു കഴിഞ്ഞതാ. അതുകൊണ്ട് വീണ്ടും അതിലേക്ക് കടക്കുന്നില്ല. വിശുദ്ധമായ ഹറമിന്റെ പൂമുറ്റം, അന്ന് സഹായത്തിന് ഒരു മനുഷ്യനുമില്ലാതെ, സഹായത്തിന് ഒരു സന്ദർഭവും ഇല്ലാത്ത സ്ഥലത്ത് അവിടെ വിടാൻ പറഞ്ഞു. അവിടെ വിട്ടു. ആ കുഞ്ഞിനോട് ഏറ്റവും കൂടുതൽ സ്നേഹവും താല്പര്യവും തുളുമ്പി നിൽക്കുന്ന സന്ദർഭം അല്ലാഹു പറഞ്ഞു, ഇബ്രാഹിമെ അവിടെ വിടാൻ പറഞ്ഞു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം വിട്ടു, തിരിഞ്ഞു നടന്നു. ഹാജർ അലൈഹിസ്സലാം ചോദിച്ചു, ഞങ്ങളെ ഇവിടെ വിട്ടിട്ട് പോകുകയാണോ പ്രിയതമ? രണ്ടാമതും ചോദിച്ചു, മൂന്നാമതും ചോദിച്ചു. മൂന്നാമത് അതിനോടൊപ്പം ചോദിച്ചു, അള്ളാഹുവിന്റെ തീരുമാന പ്രകാരമാണോ ഞങ്ങളെ ഇവിടെ വിട്ടിട്ട് പോകുന്നത്? എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, എന്റെ പ്രിയപ്പെട്ട മക്കളെ, എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മൾ ആവർത്തിച്ച് കേൾക്കുകയും നമ്മുടെ ചങ്കുകളിൽ കുറിച്ചു വെക്കുകയും ചെയ്യേണ്ടതാ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു, നഅം, അതെ, അള്ളാഹുവിന്റെ തീരുമാന പ്രകാരമാണ് വിട്ടിട്ട് പോകുന്നത്. ഹാജർ അലൈഹിസ്സലാം, നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മ പറഞ്ഞു, എങ്കിൽ അള്ളാഹു ഞങ്ങളെ പാഴാക്കൂല. ആ ഒരൊറ്റ മറുപടിയുടെ, ആ ഒരൊറ്റ അനുസരണയുടെ, ആ ഒരൊറ്റ സമർപ്പണത്തിന്റെ അത്ഭുതകരമാണ്, ലോകത്തിന്റെ ഏറ്റവും വലിയ അത്ഭുതമായിട്ട് വിശുദ്ധമായ ഹറമും ആ ഹറമിന്റെ പരിസരത്തുള്ള അള്ളാഹുവിന്റെ നേരിട്ടുള്ള ഇടപെടലിന്റെ അത്ഭുതവും ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. അവർ നിരാശപ്പെട്ടില്ല, അവർ സങ്കടപ്പെട്ടില്ല. ഞങ്ങളെ വിട്ടിട്ട് പോയാൽ ഞങ്ങൾ എന്ത് കഴിക്കും? ആ സമയമായപ്പോഴേക്കും കഴിക്കാനുള്ളതെല്ലാം തീർന്നു പോയിരുന്നു. ബാബിലോണിയിൽ നിന്നും ദിവസങ്ങളോളം സഞ്ചരിച്ച് ആ വിശുദ്ധമായ ഹറമിന്റെ മക്കയുടെ പരിസരത്തെത്തി. താമസിക്കാൻ ആരുമില്ല, കൂട്ടിനാരുമില്ല, കുഞ്ഞിന് കൊടുക്കാൻ മുലപ്പാല് പോലും ഇല്ലാത്ത സന്ദർഭം. അത്രത്തോളം നടന്നു വന്നു, കയ്യിലുള്ളതെല്ലാം കഴിഞ്ഞു. പക്ഷെ അവർ നിരാശപ്പെട്ടില്ല. എന്റെ റബ്ബെന്നെ സഹായിക്കും. അള്ളാഹു ആ വിശ്വാസം നമുക്ക് നൽകുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഓരോ വർഷവും വിശുദ്ധമായ ഹജ്ജുമായി ബന്ധപ്പെട്ട ചരിത്രം പഠിക്കുമ്പോൾ നമ്മുടെ മനസ്സുകളിലേക്ക് ആഴ്ന്നിറങ്ങേണ്ടത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കുടുംബത്തിന്റെ ആർജവമുള്ള അന്തസ്സുള്ള വിശ്വാസമാണ് എന്ന് നാം മനസ്സിലാക്കണം. അള്ളാഹു നമുക്കും ആ വിശ്വാസം നൽകുമാറാകട്ടെ. ഒന്നും ചിന്തിച്ചില്ല, എന്റെ റബ്ബ് പറഞ്ഞു, ഞാൻ അനുസരിക്കാൻ തയ്യാറാ. അള്ളാഹു എത്ര വലിയ അത്ഭുതമാ കാണിച്ചത്. വീണ്ടും ആ കുഞ്ഞിങ്ങനെ വളർന്നു വന്നു. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് നൽകിയാൽ അതുമായി ബന്ധപ്പെട്ടത് ഹജ്ജിനോടനുബന്ധിച്ച് നമുക്ക് അടുത്ത ആഴ്ചകളിൽ ചർച്ച ചെയ്യാം. അങ്ങനെ അവർ വളർന്നു വന്നു, കുറച്ചുകൂടി വലുതായി. ആ ഒരു കുഞ്ഞിനോടൊരു മാതാപിതാക്കൾക്ക് അല്ലെങ്കിൽ മനുഷ്യർക്ക് ഏറ്റവും കൂടുതൽ താല്പര്യമുണ്ടാകുന്ന സന്ദർഭം ഏതാണെന്ന് നാം മനസ്സിലാക്കിയിട്ടുണ്ടോ?
ആ കുഞ്ഞ് അതിന്റെ ശൈശവം അങ്ങോട്ട് മാറി അതിന്റെ ബാല്യത്തിലേക്ക് കടക്കുന്ന സന്ദർഭം. കുഞ്ഞളം കാലുകൊണ്ട് ഓടി നടക്കും, ഉപ്പയുടെ കയ്യിൽ പിടിച്ചു മറിഞ്ഞു വീഴാതെ നടക്കാൻ ശ്രമിക്കും. കുഞ്ഞളം പല്ലുകാട്ടി നമ്മളെ പുഞ്ചിരിക്കും, നമ്മുടെ മുഖത്ത് നോക്കി നമ്മുടെ പേര് പറയാൻ ശ്രമിക്കും, ഉപ്പ ഉപ്പ എന്ന് പറയാൻ ശ്രമിക്കും. ഈ സന്ദർഭമാണ് മാതാപിതാക്കൾക്ക് ആ മക്കളിലേക്ക് ഏറ്റവും കൂടുതൽ ആകൃഷ്ടമാകുന്ന സമയം. ആ സന്ദർഭമായപ്പോഴേക്കും അള്ളാഹു ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനോട് പറഞ്ഞു, ആ കുഞ്ഞിനെ അള്ളാഹുവിന്റെ മാർഗത്തിൽ അറുത്തുമാറ്റാൻ, ബലികർപ്പിക്കാൻ പറഞ്ഞു. ഒന്ന് ചിന്തിച്ചു നോക്കി പ്രിയപ്പെട്ടവരെ, 120 വർഷം നിരന്തരമായ റബ്ബിന്റെ മുമ്പിൽ പ്രാർത്ഥിച്ചിട്ട് ആ പ്രാർത്ഥനയുടെ ഫലമായി ആധികാരികമായ ഗ്രന്ഥങ്ങളിൽ കാണാം, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ 2 കവിൾത്തടങ്ങളിലും 2 പാടുകൾ ഉണ്ടായിരുന്നു. അള്ളാഹിന്റെ മുമ്പിൽ കരഞ്ഞ് 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 ആ കണ്ണുനീർത്തുള്ളികൾ ചാലിയായി നിരന്തരം അതിങ്ങനെ ഒഴുകി ഒഴുകി ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ കവിൾത്തടങ്ങളിൽ പാടുണ്ടായിരുന്നു. എന്ത് വിഷയം വന്നാലും റബ്ബിനോട് ആവശ്യപ്പെടുന്ന ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം അങ്ങനെ റബ്ബിനോട് ആവശ്യപ്പെട്ട് ചോദിച്ചു വാങ്ങിയ ആ കുഞ്ഞിനോട് ഏറ്റവും കൂടുതൽ താല്പര്യമുള്ള സമയമായപ്പോൾ അള്ളാഹ് പറഞ്ഞു ആ കുഞ്ഞിനെ അറുത്തുമാറ്റാൻ. അതും അള്ളാഹു തആല ഒരു അശരീരി കൽപ്പിച്ചില്ല. സാധാരണ ഗതിയിലുള്ള അള്ളാഹു സാധാരണ വഹി ഇറക്കുന്നത് പോലെ ജിബ്രീൽ അലൈഹി സ്വലാം മുഖേനയും ഇറക്കിയില്ല. മറിച്ച് അള്ളാഹു തആല ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് സ്വപ്നത്തിൽ അറിയിച്ചു കൊടുത്തു, വേണമെങ്കിൽ അത് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നല്ല എന്റെ തോന്നലാണ് എന്ന് പറഞ്ഞ് മാറ്റിവെക്കാം, അല്ലെങ്കിൽ കുറച്ചുകൂടി ഒന്ന് വ്യക്തമാകുന്നത് വരെ റബ്ബിനോട് ആവശ്യപ്പെടാം. അള്ളാഹ് പറഞ്ഞതായിട്ട് വിശുദ്ധമായ ഖുർആൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ആ മകനോട് വന്ന് പറയുന്ന സന്ദർഭം, തമീസിന്റെ പക്വതയുടെ പ്രായത്തിലേക്ക് കടന്നു വരുന്ന കുഞ്ഞിനോട് ഇബ്രാഹിം നബി അലൈഹി സ്വലാം വന്നിട്ട് പറയുകയാണ്, യാ ബുനയ്യ. ലോകം കരഞ്ഞുപോയ മുഫസ്സിരീങ്ങളുടെ അഭിപ്രായം, ലോകം പ്രപഞ്ചത്തിലെ സർവ്വ വസ്തുക്കളും സങ്കടപ്പെട്ട് കരഞ്ഞു പോകുന്ന ഒരു സന്ദർഭം വിശുദ്ധമായ ഖുർആനിലുണ്ട്. അതേതാണെന്ന് അറിയണ്ടേ? ആ പ്രിയപ്പെട്ട പിതാവ് മകനോട് പറയുന്ന സന്ദർഭം, യാ ബുനയ്യ ഇന്നി അറാ ഫിൽ മനാമി അന്നി അദ്ബഹുക ഫൻദുർ മാദാ തറ. മോനെ, നിന്നെ അറുക്കാൻ അല്ലാഹു പറഞ്ഞിരിക്കുകയാ. മോനെ, നിന്നെ അറുക്കാൻ അല്ലാഹു പറഞ്ഞിരിക്കുകയാ. ഫൻദുർ മാദാ തറ. എന്താ മോനെ നിന്റെ അഭിപ്രായം? ഒരുപാട് വിശദീകരണമുള്ള ആയത്ത്. ഒന്നാമതായിട്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറയുന്നുണ്ട്, യാ ബുനയ്യ ഇന്നി അറാ ഫിൽ മനാമി അന്നി അദ്ബഹുക ഫൻദുർ മാദാ തറ. സ്വപ്നത്തിൽ എന്നോട് പറഞ്ഞു നിന്നെ അറുക്കാനായിട്ട്, എന്താണ് നിന്റെ അഭിപ്രായം? അഭിപ്രായം ചോദിച്ചത് തീരുമാനത്തിൽ മാറ്റമുണ്ടാക്കാനല്ല, മറിച്ച് ആ മകന്റെ അഭിപ്രായം എന്താണ് എന്ന് പിതാവിനറിയാൻ. ആ ചെറുപ്രായത്തിൽ തന്നെ പിതാവിൽ നിന്നും ആ മകനുണ്ടായതായ വിശുദ്ധമായ ഇസ്ലാമിന്റെ സ്വാധീനം, അള്ളാഹുവിനോടുള്ള താല്പര്യം, ഒരു മദ്രസയിലും പോയിട്ടില്ലാത്ത, ഒരു അപര മനുഷ്യരുമായി സഹകരിക്കാനോ സഹവർത്തിത്വം നടത്താനോ ഉള്ള പ്രായം പോലും എത്തിയിട്ടില്ലാത്ത ആ കുഞ്ഞ്. പ്രിയപ്പെട്ടവരെ, നമ്മളുടെ മക്കളുടെ ആദ്യത്തെ മദ്രസ നമ്മൾ തന്നെ. പിതാവിൽ നിന്നുമാണ് ആ കുഞ്ഞിന്റെ ആദ്യ പാഠം, മാതാവിൽ നിന്നുമാണ് ആ കുഞ്ഞിന്റെ ആദ്യ പാഠം. മാതാവിൽ നിന്നും കേൾക്കുന്നത് കുഞ്ഞിന്റെ മനസ്സുകളിൽ രൂഢമൂലമാകും, പിതാവിൽ നിന്നും കേൾക്കുന്നത് ആ കുഞ്ഞിന്റെ മനസ്സുകളിൽ സുദൃഢമായി കിടക്കും. അത് ഖിയാമത്ത് നാൾ വരെ, അവരുടെ മരണം വരെ അവരുടെ മനസ്സുകളിൽ ഉണ്ടാകും. ഇബ്രാഹിം നബി അലൈഹി സ്വലാം ആ കുഞ്ഞിനോട് ചോദിച്ചു, എന്താ നിന്റെ അഭിപ്രായം? അള്ളാഹു പറഞ്ഞു, അള്ളാഹു വേണ്ടി നിന്നെ അറുത്തുമാറ്റാൻ, ബലികർപ്പിക്കാൻ. ആ കുഞ്ഞു പറഞ്ഞ മറുപടിയും വിശുദ്ധമായ ഖുർആൻ അതിനോടൊപ്പം ചേർത്ത് പറയുകയാ, യാ അബതി ഫഅൽ മാ തുമർ സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സാബിരീൻ. യാ അബതി, എന്റെ പ്രിയപ്പെട്ട ഉപ്പായി, ഫഅൽ മാ തുമർ, അങ്ങയോട് കൽപ്പിക്കപ്പെട്ടത് അങ്ങ് ചെയ്താലും, അള്ളാഹു പറഞ്ഞത് അക്ഷരം പ്രതി അങ്ങ് അനുസരിച്ചാലും എന്നെ അള്ളാഹുവിന് വേണ്ടി അറുത്തുമാറ്റിക്കൊള്ളുക പിതാവേ. സതജിദുനി, അങ്ങക്ക് എന്നെ കാണാൻ കഴിയും. കറക്റ്റ് വ്യക്തമായിട്ട് അതിന്റെ ഗ്രാമർ അനുസരിച്ച് അർത്ഥം പറഞ്ഞാൽ പിന്നീട് താങ്കൾക്ക് എന്നെ മനസ്സിലാക്കാൻ കഴിയും. സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സാബിരീൻ. അള്ളാഹു ഉദ്ദേശിച്ചാൽ ക്ഷമിക്കുന്നവരുടെ കൂട്ടത്തിൽ അങ്ങക്ക് എന്നെ കാണാൻ കഴിയും. കൊണ്ടുപോകുന്ന സന്ദർഭം വിശദീകരിക്കുന്നത് കാണാം. പ്രിയപ്പെട്ട ഉപ്പ, എന്റെ കൈകാലുകൾ അങ്ങ് മുറുക്കി കെട്ടണമേ ഉപ്പ, അല്ല എങ്കിൽ ഉപ്പ എന്റെ കഴുത്തറക്കുമ്പോൾ, ഞാൻ കൈകാലുകളിട്ട് പിടക്കുമ്പോൾ ഉപ്പയ്ക്ക് അല്ലാഹു തആല നൽകിയ നിർദ്ദേശത്തിൽ നിന്നും പിന്നോട്ട് പോകാൻ എന്നോടുള്ള സ്നേഹത്തിന്റെ പേരിൽ താല്പര്യമുണ്ടായേക്കാം. അതുകൊണ്ട് എന്റെ കൈകാലുകളെ ബന്ധിപ്പിച്ചിട്ട് എന്നെ അറുക്കണേ ഉപ്പ. ഉമ്മയോട് സലാം പറഞ്ഞിട്ട് പോകുന്ന സന്ദർഭം വിശദീകരിക്കപ്പെടുന്നുണ്ട്. അല്ലാഹു അക്ബർ. ആ പിതാവിന്റെ അനുസരണയുടെ, ആ മകന്റെ അനുസരണയുടെ അത്ഭുതം അല്ലാഹു തആല ലോകത്ത് വീണ്ടും കാണിക്കുകയാ. പിതാവ് അനുസരിക്കാൻ തയ്യാറായപ്പോൾ, മകൻ അനുസരിക്കാൻ തയ്യാറായപ്പോൾ അള്ളാഹു ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ ഒന്ന് പരീക്ഷിക്കുകയാ. ഇബ്രാഹിമിന് ഏറ്റവും പ്രിയപ്പെട്ടത് ഞാനായിരുന്നു. എന്നേക്കാൾ പ്രിയപ്പെട്ടതായിട്ട് ഇബ്രാഹിമിനൊന്നുമില്ല. പക്ഷെ ഇബ്രാഹിം വർഷങ്ങളായി എന്റെ മുമ്പിൽ ചോദിച്ച് ഞാൻ നൽകിയതായ കുഞ്ഞ്, ആ കുഞ്ഞിനോടുള്ള സ്നേഹവും ആ കുഞ്ഞിനോടുള്ള താല്പര്യവും എന്നോടുള്ള അനുസരണയുടെയും എന്നോടുള്ള താല്പര്യത്തെക്കാളും ഒരല്പമെങ്കിലും കൂടിയിട്ടുണ്ടോ എന്ന് അള്ളാഹു പരീക്ഷിക്കുകയാ. ഇബ്രാഹിം നബി അലൈഹി സ്വലാം വീണ്ടും ജയിക്കുകയാ.
ജീവിതത്തിലെ അതികഠിന കഠോരമായ പരീക്ഷണങ്ങളിലെല്ലാം വിജയിച്ച ഇബ്രാഹിം നബി അലൈഹി സ്വലാം അവിടെയും വിജയിക്കുകയാ. മൂർച്ചയേറിയ കത്തി കൊണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാം ആ കുഞ്ഞളം കഴുത്തിലേക്ക് വെച്ചിട്ട് അറുക്കാൻ ശ്രമിക്കുകയാ. മുറിയുന്നില്ല. വല്ലാതെ സങ്കടപ്പെട്ടു. അള്ളാഹു പറഞ്ഞു, ഇബ്രാഹിമെ, ജിബ്രീൽ അലൈഹി സ്വലാമിനെ അള്ളാഹു നിയോഗിക്കുകയാ. ജിബ്രീൽ അലൈഹി സ്വലാം വന്നു, ഇബ്രാഹിമെ അങ്ങ് വിജയിച്ചിരിക്കുകയാണ്. അള്ളാഹുവിന്റെ പരീക്ഷണത്തിൽ അങ്ങ് വിജയിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ജിബ്രീൽ അലൈഹി സ്വലാം കൊണ്ടുവന്ന ആടിനെ കൊടുത്തു, അതിനെ അറുക്കാൻ പറഞ്ഞു. അള്ളാഹു താല നമ്മളോടും അത് ചെയ്യാൻ പറഞ്ഞു. അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വന്തം കൈ കൊണ്ട് ഉദ്ഹിയ അറക്കുമായിരുന്നു. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന് മകനെ അറക്കണമെന്ന് ആവശ്യമില്ല. പക്ഷേ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ചങ്കകത്തിലെ വിശ്വാസത്തിന്റെ സ്വാധീനം എത്രത്തോളം ഉണ്ട് എന്ന് അള്ളാഹു താല പ്രകടമാക്കിച്ചു. നമ്മളോടും അള്ളാഹു താല ഓരോ വർഷവും പറയുകയാണ്, അള്ളാഹു നമ്മളുടെ മുമ്പിൽ വരുന്നു, അള്ളാഹുവിന്റെ തീരുമാനം വരുന്നു, അള്ളാഹുവിന്റെ വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ തീരുമാനം വരുന്നു. അതിനെതിരായിട്ട് തന്റെ ജീവിതത്തിൽ സ്വാധീനമുള്ള എന്തെങ്കിലും വന്നാൽ ഞാൻ ഏതിനായിരിക്കും താല്പര്യം കൊടുക്കുന്നത്? അള്ളാഹുവിന്റെ തീരുമാനത്തിന് താല്പര്യം കൊടുക്കുമോ? അതല്ല, ഈ ദുനിയാവുമായി ബന്ധപ്പെട്ട വസ്തുവിനെ മാറ്റിവെക്കാൻ, അതിനെ അറുത്തുമാറ്റാൻ ഞാൻ മാനസികമായി തയ്യാറാണോ എന്ന് അള്ളാഹു തആല നമ്മളെ കൊണ്ട് ഓരോ വർഷവും നിരന്തരം ചെയ്യിപ്പിക്കുകയാണ് ഉദ്ഹിയ കർമ്മത്തിലൂടെ. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ബലിപെരുന്നാളിന്റെ അന്നത്തെ ദിവസം ഒരു മനുഷ്യൻ ചെയ്യുന്ന ഇബാദത്തുകളിൽ ഏറ്റവും മഹോന്നതമായ ഇബാദത്ത്, ഏറ്റവും ഉത്തമമായ ഇബാദത്ത് അത് ഉദ്ഹിയ കർമ്മമാണ്. അതിനേക്കാൾ മഹത്വമായ ഒരു ഇബാദത്തും അന്നത്തെ ദിവസമില്ല. ഏറ്റവും മഹത്വമുള്ള മുഅ്മിനായ മനുഷ്യന്റെ ഇബാദത്ത് അത് ഉദ്ഹിയ കർമ്മമാണ്. 2 വയസ്സ് പ്രായമായ ന്യൂനതകളൊന്നുമില്ലാത്ത ഒരു മൃഗത്തിനെ അറക്കാൻ കഴിവുള്ള മനുഷ്യൻ അതിനെ അറുത്തിട്ട് അതിന്റെ മാംസം സാധുക്കൾക്ക് വിതരണം ചെയ്യുക, അതിനെ ഉദ്ഹിയ എന്ന് പറയുന്നത്. ദുൽഹജ്ജ് മാസത്തിന്റെ 1-ാമത്തെ ദിവസമായി കഴിഞ്ഞാൽ അന്ന് മുതൽ പെരുന്നാളിന്റെ അന്നത്തെ ദിവസം അറുക്കുന്നത് വരെ ഈ ഉദ്ഹിയ നിയത്ത് ചെയ്തതായ മനുഷ്യൻ അവന്റെ നഖവും അവന്റെ മുടിയും ശരീരത്തിൽ ഒരു അംശവും മാറ്റാതെ ശരീരം ആ സകലം ആ ഇബാദത്തിന് സാക്ഷിയായിട്ട് നിർത്തണമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, മാ അമില ഇബ്നു ആദമ മിൻ അമലിൻ യൗമൻ നഹ്രി അഹബ്ബു ഇലല്ലാഹി മിൻ ഇഹ്റാഖിദ് ദം. പെരുന്നാളിന്റെ അന്നത്തെ ദിവസം അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്ന ഒരു മുഅ്മിനായ മനുഷ്യൻ ചെയ്യുന്ന ഇബാദത്തുകളിൽ അള്ളാഹുവിലേക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഇബാദത്ത് ഇഹ്റാഖിദ് ദം, മൃഗത്തിന് അറുക്കലാണ്, അതിന്റെ രക്തം ഒലിപ്പിക്കലാണ്. എന്താ നിങ്ങൾക്ക് അതിന് കിട്ടുന്ന പ്രതിഫലം? അള്ളാഹുവിന്റെ റസൂൽ വീണ്ടും പറയുകയാ, ആ മൃഗത്തിന്റെ അതിന്റെ മാംസമാണ് നിങ്ങൾ വിതരണം ചെയ്യുന്നത്. അള്ളാഹു പറയുന്നു, അതിന്റെ കുളമ്പും അതിന്റെ രോമവും അതിന്റെ കൊമ്പും അതിന്റെ തോലും അതിന്റെ ശരീരത്തിലെ സകലം നിങ്ങളുടെ നന്മയുടെ ത്രാസിൽ അള്ളാഹു തആല കൊണ്ടുവെക്കും. നബി മുഹമ്മദ് മുസ്തഫ وإنه ليأتي يوم القيامة بقرونها وأشعارها وأظلافها وإن الدم ليقع من الله بمكان قبل أن يقع بالأرض. അതിനെ അറുത്ത് അതിന്റെ ആദ്യത്തെ തുള്ളി രക്തം ഭൂമിയിലേക്ക് പതിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ സർവ്വ പാപങ്ങളും അള്ളാഹു മാപ്പാക്കി തരുമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ. അത് ഭൂമിയിൽ പതിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് അതിന്റെ മഹത്വവും അതിന്റെ പ്രതിഫലവും അതിന്റെ പ്രയോജനവും അള്ളാഹുവിന്റെ അടുക്കൽ എത്തിക്കഴിഞ്ഞു എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നിറഞ്ഞ മനസ്സോടുകൂടി, സന്തോഷത്തോടുകൂടി, സംതൃപ്തിയോടുകൂടി നിങ്ങൾ ഉദ്ഹിയ കർമ്മത്തിൽ പങ്കാകണമേ. അള്ളാഹുവിന്റെ പ്രവാചകൻ ഫതീബു ബിഹാ നഫ്സൻ. നമ്മുടെ ഇടയിൽ ഒരുപാട് ഇബാദത്തുകളുണ്ട് പ്രിയപ്പെട്ടവരെ. ഒരു മനുഷ്യന് കാലിന് വല്ലാതെ ബുദ്ധിമുട്ട്, ആരോഗ്യമുള്ള മകൻ അടുത്ത് നിൽക്കുകയാ. ളുഹർ നമസ്കാരം 2 റക്അത്ത് ഞാൻ നമസ്കരിക്കാം, 2 നീ നമസ്കരിക്കും, പറ്റൂല. സ്വന്തമായിട്ട് തന്നെ എങ്ങനെയാണോ കഴിയുന്നത് അങ്ങനെയാ നമസ്കരിക്കേണ്ടത്. വിശുദ്ധമായ ഉദ്ഹിയ കർമ്മം, അതിന്റെ മഹത്വം നോക്കി ചില മഹാന്മാര് ഇതുമായി ബന്ധപ്പെട്ട ഹദീസ് വെച്ചിട്ട് പറയുന്നു ഇത് വാജിബാണ് എന്ന് പറയുന്നു. ബാക്കിയുള്ള മഹാന്മാര് പറയുന്നു നിർബന്ധമായിട്ടും ചെയ്യേണ്ട, സമ്പത്തുള്ള മനുഷ്യൻ ചെയ്യേണ്ട സുന്നത്തെ മുഅക്കദ, അതായത് ഫർദിന് തൊട്ടടുത്ത് നിൽക്കുന്ന അത്രയും സ്ഥാനമാണ്. നിങ്ങൾക്ക് പെരുന്നാളിന്റെ അന്നത്തെ ദിവസം നിങ്ങൾക്കും കുടുംബത്തിനും ചെലവ് കഴിഞ്ഞിട്ട് ഒരു മൃഗത്തിനെ അറക്കാനുള്ള സമ്പത്തുണ്ട് എങ്കിൽ നിങ്ങൾ ഉദ്ഹിയ കർമ്മത്തിൽ പങ്കെടുക്കണമേ. അള്ളാഹുവിന്റെ പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാം മകനെ അറക്കാൻ തയ്യാറായതാ. അള്ളാഹു നമ്മളോട് മകനെയും മകളെയും ഭാര്യയും നമ്മളുടെ സമ്പത്തും നമ്മുടെ സാമ്രാജ്യം ഒന്നും അറുക്കാൻ പറഞ്ഞില്ല, ഒരു മൃഗത്തിനെ അറുക്കാനാണ് പറഞ്ഞത്, നിറഞ്ഞ മനസ്സോടുകൂടി. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഒരെണ്ണത്തിനെ അറുക്കാനുള്ള കഴിവുണ്ട് എങ്കിൽ ഒരെണ്ണത്തിനെ തന്നെ നിങ്ങൾ അറുക്കണം. നല്ല ഒരു മാടിനെ വാങ്ങണം. വേറൊരു ഹദീസിൽ കാണാം, അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, നിങ്ങൾ അറുക്കുന്ന ഉദ്ഹിയ മൃഗം നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് പോകാനുള്ള വാഹനമാണ്. ഏറ്റവും നല്ല വാഹനത്തിലാണ് നമ്മൾ ഭൂമിയിൽ നടക്കുന്നത്. അതിനേക്കാളും നല്ല വാഹനത്തിൽ നമുക്ക് സ്വർഗത്തിലേക്ക് പോകണം, കുടുംബാദികൾ അകലമായിട്ട് പോകണം. അള്ളാഹു നമ്മൾ അവിടെ എത്തിക്കുമാറാകട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ വിഷയത്തിൽ പിശുക്ക് കാണിക്കാൻ പാടില്ല. നമ്മൾ
നമ്മളെ കൊണ്ട് കഴിയുന്ന ഏറ്റവും നല്ല മൃഗത്തിനുള്ള ഉത്തരവാദിത്വം, അതിന്റെ തയ്യാറെടുപ്പുകൾ ഇപ്പോഴേ നമ്മൾ നിർവഹിക്കണം. രണ്ടാമത്, ഒരു മനുഷ്യന് പൂർണ്ണമായിട്ട് പറ്റുന്നില്ല എങ്കിൽ ആ മനുഷ്യന് പങ്കുചേരാം. രണ്ടുപേര് പങ്കുചേർന്നിട്ട് ഒരു മൃഗത്തിനെ വാങ്ങാം. ഏകദേശം 2 വയസ്സ് പ്രായമുള്ള ഒരു മാട് അല്ലെങ്കിൽ ഒരു പോത്ത് അതുപോലെയുള്ള ഒരു മൃഗത്തിന് ഇന്നത്തെ കാലഘട്ടത്തിലെ വിലയനുസരിച്ച് നല്ല വൃത്തിയുള്ള ഒരെണ്ണമാണ് എങ്കിൽ ഏറ്റവും കുറഞ്ഞത് 75,000 അല്ലെങ്കിൽ ഒരു 80,000 അത്രയും കൊടുത്തു കഴിഞ്ഞാൽ, അല്ല എങ്കിൽ 60,000 കൊടുത്താലും കിട്ടും. നിങ്ങളെ കൊണ്ട് ഒരെണ്ണം വാങ്ങാൻ പറ്റുമെങ്കിൽ വാങ്ങി. അതിന് സമ്പത്തില്ലാത്ത മനുഷ്യന് ഒരു ആടിനെ വാങ്ങാൻ കഴിയുന്നുള്ളൂ. നിങ്ങളൊരു ആടിനെ വാങ്ങി 15,000 രൂപ കൊടുത്താൽ നല്ലൊരു ആടിനെ കിട്ടും. നിങ്ങൾ സ്വന്തമായിട്ട് ഒരെണ്ണത്തിന് വാങ്ങി. ഇനി അതൊന്നും പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾ പങ്കുചേർന്നുകൊണ്ട് ചെയ്യും. ഇന്ന് നമ്മുടെ ഇടയിൽ കാണുന്നത് സ്വന്തമായിട്ട് ഒന്നിനെയല്ല 10 എണ്ണത്തിനെ അറക്കാൻ വരെ കഴിവുള്ള ആൾക്കാർ പള്ളിയിൽ കൂട്ടമായിട്ട് ചെയ്യുന്നതിന്റെ ഒരു ഷെയർ ഇട്ടിട്ടുണ്ട്. ആ ഒരു ഷെയറിൽ നമ്മളും പങ്കാകും. ഭാര്യയ്ക്ക് വേണ്ടി ഒന്ന് പങ്കാകും. ചില ആൾക്കാർ അതും ചെയ്യാറില്ല. ഒരാൾക്ക് വേണ്ടി സ്വന്തമായിട്ട്, എന്റെ കുടുംബത്തിലെ മുഴുവൻ ആൾക്കാർക്ക് വേണ്ടി എന്റെ ഒരു ഷെയർ. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ആരെ കാണിക്കാനാ പ്രിയപ്പെട്ടവരെ? നമ്മൾ ആരെ കാണിക്കാനാണ്? ഒരു കുടുംബത്തിലെ ഒരു അധീനതയിലേക്ക് ഒരെണ്ണം മതിയാകും. അതല്ല എങ്കിൽ വാപ്പ മാറി താമസിക്കുക, വാപ്പാക്ക് കഴിവില്ല, വാപ്പായുടെ പേരിൽ നമ്മൾ ഒരെണ്ണത്തിന് അറക്കും. അള്ളാഹു നമ്മുടെ സമ്പത്തിൽ ബർക്കത്ത് നൽകും. നമ്മുടെ വിശ്വാസം, എന്റെ റബ്ബാണ് എനിക്ക് സമ്പത്ത് നൽകിയത്, അള്ളാഹു നൽകും. അള്ളാഹു നൽകുമെന്ന് പറഞ്ഞാൽ നൽകുക തന്നെ ചെയ്യും. അതൊന്നെങ്കിൽ ഭൂമിയിൽ സമ്പത്തായിട്ട്, അല്ലെങ്കിൽ മരണത്തിന് ശേഷം അതിന്റെ 10 ഇരട്ടി, അതിനപ്പുറം അള്ളാഹു നൽകും. നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ കഴിവുണ്ടെങ്കിൽ ഒരു മൃഗത്തിനെ തന്നെ നിങ്ങൾ പൂർണ്ണമായിട്ട് മറക്കും. രണ്ടാമത്തെ വിഷയം, പങ്കാകുന്ന ആൾക്കാർ. ആ പങ്കാകുന്ന ആൾക്കാർക്ക് അതിന്റെ പകുതിയിൽ പങ്കാകാൻ കഴിയുമെങ്കിൽ നിങ്ങൾ പകുതിയിൽ തന്നെ പങ്കാകിൻ. ആരും കടം വാങ്ങിയിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, നേരെ അറിയാവുന്നൊരു യാഥാർത്ഥ്യം പറയാം. ഏകദേശം ഞങ്ങൾ ബിരുദാനന്തര ബിരുദം പഠിക്കാനായിട്ട് ദാറുലും ദൈവത്തിൽ പഠിക്കുന്ന സന്ദർഭം, അവിടെയുള്ള ആൾക്കാരെല്ലാം റിക്ഷ വലിച്ചിട്ടാണ് താമസിക്കുന്നത്. വെറും സാധുക്കളായ ആൾക്കാർ. ഒരു ദിവസം റിക്ഷ ചവിട്ടാൻ പോയില്ല എങ്കിൽ അന്ന് അവർക്ക് പട്ടിണിയാ. പക്ഷെ എല്ലാ ദിവസവും അവർക്ക് നിന്ന് കിട്ടുന്നതായ തുച്ഛമായ വരുമാനത്തിന്റെ ഒരു ഓഹരി ഒരു പാട്ടയിലിട്ടിട്ട് അവർ മാറ്റിവെക്കും. എന്തിനാ? ഉദ്ഹിയ കർമ്മം നിർവഹിക്കാൻ. ആ ഉദ്ഹിയയ്ക്ക് വേണ്ടി ഒരു വർഷത്തിൽ അവർ സംഭരിക്കുന്ന ആ തുകയുണ്ട് എങ്കിൽ അവരുടെ വീട് നല്ലതുപോലെ അവർക്കൊന്ന് കെട്ടിമറയ്ക്കാം, അവരുടെ പാർപ്പിടം കുറച്ച് വൃത്തിയാക്കാം, നല്ല വസ്ത്രം ധരിക്കാം, സുഭിക്ഷമായ ഭക്ഷണം കഴിക്കാം. പക്ഷേ ഇതിനോടുള്ള മഹത്വത്തിന്റെ പേരിൽ, ഇതിനോടുള്ള പ്രതിഫലത്തിന്റെ പേരിൽ ദിവസവും കിട്ടുന്നതിനൊന്നും അല്പം മാറ്റിവെക്കും. റോഡരികിൽ ചെറിയ 4 വീല് വണ്ടിക്കകത്തിട്ടിട്ട് റിക്ഷ വലിക്കുന്നത് പോലെ തന്നെ സമാനമായിട്ട് ചെറുകിട കച്ചവടം ചെയ്യുന്ന സാധുക്കളായ ആൾക്കാർ അവർ ഒരു അംശം ഓരോ ദിവസവും മാറ്റിവെക്കും. എന്തിനാ? വർഷത്തിൽ ഒരു പ്രാവശ്യം ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ സുന്നത്തിനെ പിൻപറ്റി എന്റെ പ്രവാചകൻ ചെയ്തതുപോലെ എനിക്കും ചെയ്യാനാണ് എന്ന് മനസ്സിലാക്കിയിട്ട് അവർ ഉദ്ഹിയ കർമ്മത്തിലേക്ക് മാറ്റിവെക്കും. നമ്മൾ എന്റെ പ്രിയപ്പെട്ടവരെന്ന് ചിന്തിച്ചു നോക്കി എത്ര ബലഹീനമാ. അള്ളാഹു നമുക്ക് മാപ്പ് നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് മാപ്പ് നൽകുമാറാകട്ടെ. ബാഹ്യമായി സാമൂഹികമായ വിപത്തുകൾ ഉണ്ടാകുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണമായിട്ട് മുഹദ്ദിസീങ്ങളും മുഫസ്സിരീങ്ങളും പറയുന്ന ഒരു കാര്യമുണ്ട്. ബാഹ്യമായി ചെയ്യേണ്ടതായ, പൊതുവായി ചെയ്യേണ്ടതായ പല ഇബാദത്തുകളും നമ്മൾ ഭംഗം വരുത്തിയപ്പോൾ, വീഴ്ച വരുത്തിയപ്പോൾ, ന്യൂനത വരുത്തിയപ്പോൾ അള്ളാഹു തആല പൊതുവായിട്ടുള്ളതായ അനുഗ്രഹങ്ങളെ അല്പാൽപമായി പിടിക്കുകയാ. ചൂടാണ് എങ്കിൽ സഹിക്കാൻ പറ്റാത്ത അതികഠിനമായ ചൂട്, തണുപ്പാണെങ്കിൽ സഹിക്കാൻ കഴിയുന്നില്ല, മഴയാണെങ്കിൽ ദുരന്തവും വിപത്തും വിതച്ചുള്ളതായ മഴ. എന്റെ പ്രിയപ്പെട്ടവരെ, അടിസ്ഥാനപരമായ അതിന്റെ കാരണം പൊതുവായി നാം ചെയ്യേണ്ടതായ ഇബാദത്തുകളിൽ നാം അമാന്തിച്ചിട്ട്, നാം പിന്തിച്ചിട്ട് ചില മുടന്തൻ ന്യായങ്ങൾ പറഞ്ഞ് പിന്നോട്ട് നിൽക്കുന്നതാ. പാടില്ല പ്രിയപ്പെട്ടവരെ. ആവേശത്തോടുകൂടി നമ്മൾ മുന്നോട്ട് വരണം. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ആരുടെയും വാക്കിനു വേണ്ടിയോ, ആരെങ്കിലും പുകഴ്ത്തി പറയാൻ വേണ്ടിയോ, പള്ളിയിൽ നിങ്ങളുടെ പേരുകൾ വിളിക്കപ്പെടാൻ വേണ്ടിയോ ഒന്നുമല്ല, അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി നിറഞ്ഞ മനസ്സോടുകൂടി നിങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നതിന് ഏറ്റവും നല്ല രീതിയിൽ നിറഞ്ഞ മനസ്സോടുകൂടി നിങ്ങൾ ചെയ്യും. അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. നമ്മൾ ഇറക്കുന്ന മൃഗത്തിന്റെ സർവ്വ പ്രതിഫലവും രോമത്തിന്റെ പ്രതിഫലം വരെ അള്ളാഹു നൽകാമെന്ന് പറഞ്ഞു. ആ മൃഗം ഉദ്ഹിയയ്ക്ക് വേണ്ടി നിയ്യത്ത് ചെയ്യപ്പെട്ടു കഴിഞ്ഞാൽ അത് മഹത്വവൽക്കരിക്കപ്പെട്ടു. അതിന് നിങ്ങൾ കൊടുക്കുന്ന ഭക്ഷണത്തിന് അള്ളാഹു തആല വണ്ണമായ പ്രതിഫലം. അതിനെ കാണുമ്പോൾ തക്ബീർ ചൊല്ലൽ സുന്നത്താണ് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ. അതിനെ സംരക്ഷിക്കൽ, അതിനെ പരിപാലിക്കൽ, അതിന്റെ അടുത്തോടുകൂടി സന്തോഷത്തോടു കൂടി നോക്കൽ പോലും പ്രതിഫലമാ. അപ്പൊ അതിനെ അറുക്കുന്ന മനുഷ്യൻ എത്ര പ്രതിഫലമാ കിട്ടുന്നത്? അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒരു ഷെയറാണ് എങ്കിൽ അത്രയെങ്കിലും ചേർന്നിട്ട് ഒരാൾ പോലും ഇതിൽ നിന്നും പിന്നോട്ട് നിൽക്കാൻ പാടില്ല. അള്ളാഹു നമ്മളെ എല്ലാവരെയും നന്മയുടെ കൂട്ടുകാരാക്കുമാറാകട്ടെ. നന്മ ചെയ്യുന്നവരിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ എത്ര വിലപിടിപ്പുള്ളതാണെങ്കിലും, എത്ര മഹത്വമുള്ളതാണെങ്കിലും അള്ളാഹുവിന്റെ തീരുമാനത്തിന്, അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് മുമ്പിൽ അതിനെയെല്ലാം ത്യജിക്കാനുള്ള മനസ്സ് അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. അള്ളാഹുവിനോടുള്ള അനുസരണ ഭൂമിയിൽ ജീവിതത്തിൽ ഏറ്റവും വലുതാണെന്ന് മനസ്സിലാക്കാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ.
يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا محمدا صلى الله عليه وعلى آله وأصحابه وأتباعه وبارك وسلم تسليما كثيرا. اللهم صل على محمد وعلى آل محمد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിലെ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു ഇബാദത്താണ് ഹജ്ജ്. ഹജ്ജുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ആഴ്ച നാം പറഞ്ഞു, വയോവൃദ്ധരായ മാതാപിതാക്കളുണ്ട്, സ്വന്തമായിട്ട് അവർക്ക് പോകാൻ ആരോഗ്യമുണ്ട്, പക്ഷെ സമ്പത്തില്ല, മക്കൾ അവരെ സഹായിക്കൽ ബാധ്യതയാണ്. ഇനി ഒരു വിഭാഗം മാതാപിതാക്കളുണ്ട്, അവർക്ക് സ്വന്തമായി പോകാനുള്ള ആരോഗ്യവുമില്ല, അവരുടെ കയ്യിൽ സമ്പത്തുമില്ല. മക്കളോ മരുമക്കളോ അല്ലെങ്കിൽ അവരുമായി അടുത്തവർ കൊച്ചാപ്പയാണ് അല്ലെങ്കിൽ മൂത്താപ്പയാണ്. നിങ്ങളുടെ കയ്യിൽ അള്ളാഹു സമ്പത്ത് നൽകിയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ അവർക്ക് വേണ്ടി ഹജ്ജിന് പോകിൻ. അല്ല എങ്കിൽ ഒരു പ്രാവശ്യം ഫർദ് വീട്ടിയവർക്ക് മറ്റൊരാൾക്ക് വേണ്ടി ചെയ്യാൻ കഴിയൂ. അങ്ങനെയുള്ള ഒരാളെ, അർഹതപ്പെട്ട യോഗ്യനായ ഒരാളെ തെരഞ്ഞെടുത്തിട്ട് നിങ്ങൾ അവരെ വിടുൻ. കിതാബുകളിൽ പറയുന്നു, ഇനി അവർ കൂലി ആവശ്യപ്പെട്ട അതിന് കൂലി കൊടുക്കലും പ്രതിഫലമാ. കൂലിക്ക് ആളെ വിളിച്ചിട്ട് ഇവർക്ക് വേണ്ടി നിങ്ങൾ ഹജ്ജ് ചെയ്യിപ്പിക്കും. അങ്ങനെയൊന്നും ആരും കൂലി ചോദിക്കൂല. പക്ഷെ അത്രത്തോളം വിശാലമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണെന്ന് അറിയാനായി പറഞ്ഞു എന്ന് മാത്രം. ഇനി ഇന്ന് പറയുന്ന വളരെ പ്രാധാന്യം അർഹിക്കുന്ന മറ്റൊരു വിഷയം, നമ്മളിൽ പല ആൾക്കാരുടെയും മാതാപിതാക്കൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്. അല്ലാഹു മഗ്ഫിർ ലഹു വർഹമുഹു. ഇന്ന് നമ്മുടെ കുടുംബത്തിലും ഒരു മാമി മരണപ്പെട്ടു. അല്ലാഹു തആല അവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. ഇബാദത്തിലും ദീനിയായ ജീവിതത്തിലും ശ്രദ്ധ പുലർത്തിയാൽ അള്ളാഹു നല്ല മരണം നൽകും, വെള്ളിയാഴ്ചത്തെ മരണം നൽകും. അള്ളാഹു ഭൂമിയിലേക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ദിവസം വെള്ളിയാഴ്ച. എന്താ കാരണം? ഒരുപാട് ഇബാദത്തുകൾ ചെയ്യപ്പെടുന്ന ദിവസമാണ്. അള്ളാഹു തആല നമുക്ക് ഇബാദത്തിലായി മരണപ്പെടാനുള്ള ഭാഗ്യം തരുമാറാകട്ടെ. നമ്മളിൽ പല ആൾക്കാരുടെയും മാതാപിതാക്കൾ മരണപ്പെട്ടവരാ. മാതാപിതാക്കൾ മരണപ്പെട്ടവരെന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ഈ അടുത്ത സമയത്ത് മരണപ്പെട്ടവരാ. അല്ല പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഇടയിൽ 95 വയസ്സ് പ്രായമുള്ള ആളുണ്ട് എന്ന് ധരിക്കുക. അവർക്കും ഒരു വാപ്പയും ഉമ്മയും ഉണ്ടായിരുന്നു. നമ്മൾ മക്കളിലേക്കും ചെറുമക്കളിലേക്കും അവരുടെ മക്കളിലേക്കും ശ്രദ്ധയായിട്ട് നമ്മളുടെ മാതാപിതാക്കളെ കുറിച്ച് നമ്മൾ മറന്നുപോയിട്ടുണ്ട് എങ്കിൽ നന്ദികേടാണ് എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ. അവർക്ക് വേണ്ടി അവർ ഹജ്ജ് ചെയ്തിട്ടില്ല എങ്കിൽ, അവർ ജീവിതത്തിൽ ഹജ്ജ് ചെയ്യാത്തവരാണ് എങ്കിൽ അവർക്ക് വേണ്ടി നിങ്ങൾ ആരെയെങ്കിലും കൊണ്ട് ഹജ്ജ് ചെയ്യിപ്പിക്കും. ഇനി ആരോഗ്യമുള്ള മക്കളാണ് എങ്കിൽ, അള്ളാഹു സമ്പത്തും നൽകിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവർക്ക് വേണ്ടി ഹജ്ജ് ചെയ്യാൻ. ഒരു ഇബാദത്തിലും ഇല്ലാത്തതാ ഹജ്ജുമായി ബന്ധപ്പെട്ട്. വേറെ ഒരു ഇബാദത്തിനും ഇതുപോലെ പകരം ചെയ്യാൻ പറ്റൂല. നിങ്ങൾക്ക് സമ്പത്തുണ്ട് എങ്കിൽ ആ മാതാവിനും പിതാവിനും വേണ്ടി നിങ്ങൾ ഹജ്ജ് ചെയ്യാൻ അള്ളാഹു അവർക്ക് അറിയിച്ചു കൊടുക്കും. നിങ്ങളുടെ മകനിതാ അല്ലെങ്കിൽ നിങ്ങളുടെ മകളിതാ നിങ്ങൾക്ക് വേണ്ടി ഹജ്ജ് ചെയ്യുകയാ, അള്ളാഹു അതിന്റെ പ്രതിഫലം നൽകും, അവർ സന്തോഷിക്കും. അള്ളാഹുവിന്റെ പ്രവാചകർ വിശദീകരിക്കുകയാ, മാതാപിതാക്കളോടുള്ള കടമകളിൽ പെട്ടതാണ് ഇതെന്ന് വിശദീകരിക്കപ്പെടുകയാ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മളിൽ നിന്നും മാതാപിതാക്കൾ മരണപ്പെട്ടു പോയിട്ടുണ്ട് എങ്കിൽ അവരോടുള്ള നിരന്തരമായ അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയുടെ ദുആയുടെ ഭാഗമാണ്. അവർക്ക് വേണ്ടി നിങ്ങൾക്ക് ഹജ്ജ് ചെയ്യാൻ കഴിയുമെങ്കിൽ നിങ്ങൾ ചെയ്യൻ. അല്ല എങ്കിൽ നിങ്ങൾ ആരെങ്കിലും കൊണ്ട് ചെയ്യിപ്പിക്കൻ. അള്ളാഹു നിങ്ങൾക്ക് നൽകിയ സമ്പത്തിന് അള്ളാഹു ബർക്കത്ത് നൽകും, അള്ളാഹു അഭിവൃദ്ധി നൽകും. അതിന് അള്ളാഹു തആല നിങ്ങൾക്ക് സന്തോഷിക്കാനുള്ള സാഹചര്യം ഉണ്ടാകും. സമ്പത്തുണ്ടായിട്ട് കാര്യമില്ല, ആ സമ്പത്ത് കൊണ്ട് സന്തോഷിക്കാനുള്ള അവസ്ഥയുണ്ടാകണം. സമ്പത്ത് കൊണ്ട് സങ്കടപ്പെടുന്ന എത്ര ആൾക്കാരാ സമ്പത്ത് കാരണം സഹോദരന്മാർ പരസ്പരം കടിച്ചു കീറുന്ന അവസ്ഥയിലേക്ക് പോകും. അവസാനം മാതാപിതാക്കൾ പറയും, ഈ ശവിക്കപ്പെട്ട സമ്പത്തില്ലായിരുന്നുവെങ്കിൽ എത്രയോ നന്നായിരുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സമ്പത്തല്ല വിഷയം, ആ സമ്പത്ത് ബർക്കത്തായിട്ട് കിട്ടണം, അനുഗ്രഹമായിട്ട് കിട്ടണം. അതിനൊരു പ്രധാനപ്പെട്ടതാണ്. നമുക്ക് ഏതെങ്കിലും കടങ്ങൾ ബാധ്യതകൾ ബാക്കിയുണ്ട് എങ്കിൽ അത് നമ്മൾ പരിഹരിക്കല. അതിലേറ്റവും പ്രധാനപ്പെട്ടതാ നമ്മൾ ഭൂമിയിൽ വരാൻ കാരണക്കാരായ, നമ്മൾ സമ്പന്നരാകാൻ കാരണക്കാരായ, നമ്മൾ ഈ അവസ്ഥയിലാകാൻ കാരണക്കാരായ നമ്മുടെ മാതാപിതാക്കൾ. അവർക്ക് വേണ്ടി ചേട്ടൻ ചെയ്യട്ടെ, അനുജൻ ചെയ്യട്ടെ, അവൾ ചെയ്യട്ടെ, അവക്കല്ലേ. അങ്ങനെ ഒന്നുമില്ല. എന്റെ റബ്ബന്റെ കയ്യിൽ സമ്പത്ത് നൽകി, എന്റെ വാപ്പാക്ക് വേണ്ടി, എന്റെ ഉമ്മാക്ക് വേണ്ടി ഞാൻ ഹജ്ജ് ചെയ്യും. അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. നന്ദിയുള്ള മക്കളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഒരു ഹദീസുണ്ട്, മല്ലം യഷ്കുരിന്നാസ യഷ്കുരില്ല. ആര് മനുഷ്യരോട് നന്ദി കാണിക്കുന്നില്ലയോ അവർ അള്ളാഹുവിനോടും ഖിയാമത്ത് നാൾ വരെ നന്ദി കാണിക്കാൻ പറ്റൂല. നന്ദി കാണിക്കാത്തവരാ അവർ. എന്തെല്ലാം നിങ്ങളെ തലകുത്തി പറഞ്ഞാലും അള്ളാഹിനോട് നിങ്ങൾ നന്ദി കാണിക്കാത്തവരാ. അള്ളാഹു നന്ദിയുള്ള അടിമകളുടെ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബിയ്യി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. അതുപോലെ തന്നെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്
നമ്മുടെ ഇടയിൽ എപ്പോഴും എല്ലാ നമസ്കാരത്തിലും മുമ്പിലത്തെ സഫിൽ തന്നെ ഉണ്ടാകാറുള്ള ഷാഹുലിക്ക വല്ലാതെ ബുദ്ധിമുട്ടിലായി കരൾ സംബന്ധമായ രോഗമായി ബന്ധപ്പെട്ട അദ്ദേഹം ഐസിയുവിലാണ്. എല്ലാവരും ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യണം. അല്ലാഹു തആല നമ്മളെ എല്ലാവരെയും മാരകമായ രോഗങ്ങളെ തൊട്ട് കാക്കുമാറാകട്ടെ. ആ സഹോദരന് ഏറ്റവും അടുത്ത സമയത്ത് എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും തരണം ചെയ്ത് പൂർണ്ണ ആരോഗ്യത്തോടുകൂടി നമ്മളിലേക്ക് എത്താൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അദ്ദേഹം അനുഭവിക്കുന്ന വേദനകൾക്കും പ്രയാസങ്ങൾക്കും അർഹമായ പ്രതിഫലം അല്ലാഹു നൽകുമാറാകട്ടെ. നമ്മുടെ എല്ലാം കുടുംബങ്ങളിൽ ആരെല്ലാം മരണപ്പെട്ടു പോയിട്ടുണ്ടോ അവർക്കെല്ലാം അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. ആരെല്ലാം രോഗത്തിൽ കഴിയുന്നുണ്ടോ അല്ലാഹു തആല അവർക്കെല്ലാവർക്കും എല്ലാവിധ ശമനവും നൽകുമാറാകട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين.